അതിന്റെ അമരക്കാരനായ മുഖ്യമന്ത്രിയും നേതൃത്വപരമായ പങ്കുവഹിച്ചു. യെസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങുകയാണ്. അദ്ദേഹം വിഴിഞ്ഞത്തു നിന്നും ഹെലികോപ്റ്ററിൽ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിഴിഞ്ഞം ഒരു ചരിത്രം എഴുതുകയാണ്. രാജ്യത്തിന്റെ വികസന പന്ഥാവിൽ വിഴിഞ്ഞത്തിന് ഇനി നിർവഹിക്കാൻ കഴിയുന്ന സുപ്രധാനമായ ഇടമാണ്. വികസനത്തിന്റെ വഴി തുറക്കലാണ് പല പ്രതീക്ഷകളാണ് നമുക്ക്. എന്തായാലും പ്രധാനമന്ത്രിയും ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ വികസനത്തിനൊപ്പം കേന്ദ്രവും ഉണ്ടാകുന്ന ഉറപ്പ്. ആ പ്രഖ്യാപനം വാക്കുകൾക്കപ്പുറം ഏത് രീതിയിൽ പ്രാവർത്തികമാകുമെന്നത് വരും ദിവസങ്ങളിലെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി കൂടാ. എന്തായാലും പ്രധാനമന്ത്രി മടങ്ങിയാണ്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, പ്രധാനമന്ത്രി തന്റെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങുകയാണ്. എന്താണ് ആ കാഴ്ചകൾ? സജിത്ത്, അല്പസമയം മുമ്പാണ് പ്രത്യേകം സജ്ജമാക്കിയ ഹെലിപ്പാഡിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ പറന്നു പൊങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കുന്ന മറ്റ് 2 ഹെലികോപ്റ്ററുകൾ കൂടി, ഇതാ അവസാന ഹെലികോപ്റ്റർ പുലിമുട്ടിന് സമീപത്തെ ഹെലിപ്പാഡിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് സുരക്ഷയൊരുക്കുന്ന അവസാന ഹെലികോപ്റ്റർ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററിന്റെ പിന്നാലെ ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹത്തെ കൃത്യമായി വിമാനത്താവളത്തിൽ എത്തിക്കുക. അവിടെ നിന്ന് അദ്ദേഹം വിശാഖപട്ടണത്തേക്കാണ് മടങ്ങുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 3 ഹെലികോപ്റ്ററുകളും, പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ, അദ്ദേഹത്തിന് സുരക്ഷയൊരുക്കുന്ന മറ്റ് 2 ഹെലികോപ്റ്ററുകൾ, അങ്ങനെ 3 ഹെലികോപ്റ്ററുകളും ഇപ്പോൾ വിഴിഞ്ഞം തീരം വിട്ടിരിക്കുന്നു. തുറമുഖത്തിന്റെ പദ്ധതി പ്രദേശം അതീവ സുരക്ഷാ മേഖല വിട്ട് അത് വിമാനത്താവളത്തിന് അടുത്തേക്ക് നീങ്ങുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പാങ്ങോട് സൈനിക ക്യാമ്പിന്റെ ഗ്രൌണ്ടിൽ ഇറങ്ങുമോ അതോ നേരിട്ട് വിമാനത്താവളത്തിലേക്കാണോ ഹെലികോപ്റ്ററുകൾ പോകുന്നത്, ടെക്നിക്കൽ ഏരിയയിലേക്കാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും അല്പസമയം കൂടി മാത്രം പ്രധാനമന്ത്രി കേരളത്തിൽ തലസ്ഥാനത്ത്, അതിനുശേഷം അദ്ദേഹം സ്വപ്ന പദ്ധതി കമ്മീഷൻ ചെയ്തതിന്റെ ആത്മവിശ്വാസവുമായി ഇവിടെ നിന്ന് തിരികെ മടങ്ങുന്ന കാഴ്ചയാണ്. പൊള്ളുന്ന വെയിലാണ്. ആ വെയിലിനെ അതിജീവിച്ചുകൊണ്ടാണ് നിരവധി ആളുകൾ ഈ അഭിമാന നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി വിഴിഞ്ഞത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒത്തുചേർന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി ഏതാണ്ട് 2 മണിക്കൂർ സമയം, അതായത് അദ്ദേഹം നേരത്തെ പറഞ്ഞതിനേക്കാൾ അരമണിക്കൂർ കൂടി അധിക സമയം വിഴിഞ്ഞത്ത് ചെലവഴിച്ചതിന് ശേഷമാണ് തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് നിർവഹിച്ച് ഇവിടെ നിന്ന് കൃത്യമായി സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയതിനു ശേഷം ഇവിടെ നിന്ന് അല്പ മിനിറ്റുകൾക്ക് മുമ്പ് വിഴിഞ്ഞത്ത് നിന്ന് മടങ്ങിയിരിക്കുന്നത്. ഡാൻ, ഒരു കാര്യം കൂടി, നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി സാധാരണ രീതിയിൽ അദ്ദേഹം ഇനി പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഹെലിപ്പാഡിലേക്ക് മടങ്ങേണ്ടതില്ല. അദ്ദേഹം ഒരുപക്ഷെ നേരിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിലേക്ക് തന്നെയാവാം ഒരുപക്ഷെ ആ ഹെലികോപ്റ്ററുകൾ പുറപ്പെട്ടിരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണ് സൂചനകൾ. കാരണം അദ്ദേഹത്തിന് 2:30 ഔദ്യോഗികമായി മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഇനി 2 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. പറഞ്ഞതിനേക്കാൾ അരമണിക്കൂർ വൈകിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി പാങ്ങോട് സൈനിക ക്യാമ്പിന്റെ ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് റോഡ് മാർഗം പ്രത്യേക വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയോടെ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തി അവിടെ നിന്ന് എയർഫോഴ്സ് വിമാനത്തിൽ മടങ്ങുമോ അതോ അതിനപ്പുറത്ത് നേരിട്ട് ശംഖുമുഖത്തെ എയർപോർട്ടിന്റെ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തുമോ, ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. ഏതാനും മിനിറ്റുകൾക്കകം ആ കാര്യത്തിൽ ഒരു അവ്യക്തത മാറും. അദ്ദേഹത്തിന് 2:30 കൃത്യം അടുത്ത ലക്ഷ്യത്തിൽ എത്തേണ്ടതാണ് എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ, ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം അറിയിച്ചിരിക്കുന്നത്. പ്രോട്ടോകോൾ ഓഫീസറെ അടക്കം അത്തരത്തിലാണ് കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും 1.5 മണിക്കൂർ കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് SPG തന്നെ നേരത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംസ്ഥാനത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരെ അറിയിച്ചതാണ്. പക്ഷേ പറഞ്ഞതിനേക്കാൾ ഏതാനും മിനിറ്റുകൾ വൈകിയാണ് ഇവിടുത്തെ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നത്. എന്തായാലും വിശദമായി ഈ വിഴിഞ്ഞത്തിന്റെ വികസന സ്വപ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഇനി നിർമ്മാണം നടക്കാനുള്ള മേഖലകൾ, പുലിമുട്ടുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ, കണ്ടെയ്നറുകൾ ഇറക്കുന്ന ടെർമിനലിന്റെ പ്രത്യേകതകൾ, ഇതടക്കം എല്ലാ കാര്യങ്ങളും നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞത്തെ തുറമുഖത്തിന്റെ അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് അല്പ മിനിറ്റുകൾക്ക് മുമ്പ് മടങ്ങിയിരിക്കുന്നത്. യെസ്, ഡാൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി മടങ്ങിയിരിക്കുന്നത് നേരെ വിമാനത്താവളത്തിലേക്കാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ടെക്നിക്കൽ ഏരിയയിൽ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററിൽ എത്തിച്ചേരും. അദ്ദേഹത്തിന് ആന്ധ്രാപ്രദേശിലെ ചില ചടങ്ങുകളിലാണ് ഇനി പങ്കെടുക്കാനുള്ളത്. ആന്ധ്രാപ്രദേശ് അമരാവതിയിലും മറ്റും ഉള്ള ചില ചടങ്ങുകൾ അദ്ദേഹം പങ്കെടുക്കേണ്ടതുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പരിപാടി നടക്കേണ്ടതുണ്ട്. അതിൻ്റെ ക്രമീകരണങ്ങളാണ് നടക്കേണ്ടത്. അങ്ങനെ പ്രധാനമന്ത്രി വിഴിഞ്ഞത്ത് നിന്നും മടങ്ങുകയാണ്. പ്രധാനമന്ത്രി അമരാവതിയിൽ അദ്ദേഹം എത്തിച്ചേരുകയാണ്. അമരാവതിയിൽ അദ്ദേഹം എത്തിച്ചേർന്ന് അവിടെ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. യെസ്,
അതാണ് സാഹചര്യം. എന്തായാലും അദ്ദേഹം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം വിഴിഞ്ഞം കമ്മീഷനിങ് അദ്ദേഹം പൂർത്തിയാക്കുന്നു, പ്രഖ്യാപനം നടത്തുന്നു. കേരള വികസനത്തിന് കേന്ദ്രത്തിന്റെ കൈത്താങ്ങുണ്ടാകുമെന്ന ഉറപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറുന്നു. ആ ഉറപ്പുകൾ എങ്ങനെ പാലിക്കപ്പെടും? VGF-ന്റെ അടക്കമുള്ള കാര്യത്തിലെ ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ അത് സംബന്ധിച്ച പരിഗണനകൾ ഉണ്ടാകുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി പങ്കെടുത്ത പ്രധാനപ്പെട്ട ചടങ്ങിൽ വിഴിഞ്ഞം കമ്മീഷനിങ് പൂർത്തിയാവുന്നു. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കരൺ ഗൗതം അദാനി അടക്കമുള്ളവർ അവിടെ പങ്കെടുത്തു. അങ്ങനെ അദാനി ഗ്രൂപ്പ് ന്റെ സഹായത്തോടെ കേരളം പ്രഖ്യാപിക്കുന്ന, കേരളം യാഥാർത്ഥ്യമാക്കുന്ന വിഴിഞ്ഞം പദ്ധതി അത് രാജ്യത്തിൻ്റെ വികസനത്തിന് കൂടി മുതൽക്കൂട്ടാവുകയാണ്.